പക്ഷെ എല്ലാവരും കൈയുടെ ബലത്തിൽ അവൻ മുമ്പോട്ട് പോകാമെന്ന് ചിന്തിക്കേണ്ട. പ്രൈസ് ദി ലോർഡ്. ആർക്കും അങ്ങനെ പോക്ക് നടക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറയുന്ന ഈ കൃപയുടെ മഹാത്മ്യം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാ. പ്രൈസ് ദി ലോർഡ്. നീ ചെയ്യുന്നത് ദൈവം കാണുന്നുണ്ട്, ദൈവം അറിയുന്നുണ്ട്, ദൈവം അതിന് പൂർണ്ണ പ്രതിഫലം തരും. ആമേൻ. ഒരു പക്ഷേ നീ ചെയ്യുന്ന ഇല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അവരിൽ നിന്ന് ഒരു പ്രശംസ ചിലപ്പോൾ ആഗ്രഹിക്കും, ഒരു വന്ദനം ചിലപ്പോൾ ആഗ്രഹിക്കും. ആമേൻ. ഹല്ലേലൂയ. അവരിൽ നിന്ന് ഒരു അപ്രീഷിയേഷൻ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കും. പക്ഷേ സ്വർഗം പറയാ അതിലൊന്നും നീ എന്ത് ചെയ്യരുത്, പ്രശംസിക്കരുത്. അതൊക്കെ ഇവിടെ വെച്ച് തീരുന്നതാ. ഹല്ലേലൂയ. പക്ഷെ ദൈവ കൃപ ലഭിച്ചവിടെ നിനക്ക് വന്ദനം എന്ന് പറഞ്ഞാലോ ഉണ്ടല്ലോ, ലോകത്തിന് നിന്നെ തള്ളിക്കളയാൻ കഴിയത്തില്ലെന്ന്. അതല്ലേ മറിയെ പറ്റി പറയുന്നത്, അവൾ ഭാഗ്യവതി എന്ന. ഹല്ലേലൂയ. ഇന്നു മുതൽ എല്ലാവരും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൾക്ക് മനസ്സിലായി ഞാൻ ഭാഗ്യമുള്ളവളാണ്. ഹല്ലേലൂയ. എനിക്ക് ഭാഗ്യം നിറഞ്ഞവളാണ്. അതുകൊണ്ട് പറയുകയാ ആമേൻ. ഹല്ലേലൂയ. എനിക്ക് ഭാഗ്യമുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. ഇത് മറിയെ മനസ്സിലാക്കി സ്വർഗത്തിലെ ദൂതൻ മറിയോട് പറയുകയാ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ആമേൻ. ഇതിൽ പരം ഒരു അഭിവന്ദന വാക്ക് വേറെ എന്താ ഉള്ളത്? ആമേൻ. ആരാ നമ്മളോട് പറയേണ്ടത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ഇത് പറയേണ്ടത് ദൈവമാണ് നമ്മളോട് പറയേണ്ടത്. അത് മറിയോടുള്ള ബന്ധത്തിൽ മറിയുടെ ജീവിതത്തിനകത്തെ കർത്താവ് അത് കൈമാറുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ ആണെങ്കിൽ ഹല്ലേലൂയ, ഇന്നത്തെ സിറ്റുവേഷന്റെ നടുവിൽ ഹല്ലേലൂയ, എത്ര പേർക്ക് ഈ കൃപ ആവശ്യമുണ്ട്? എത്ര പേർക്ക് ഈ കൃപ ആവശ്യമുണ്ട്? ഹല്ലേലൂയ. പ്രൈസ്